അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നത്. നമ്മുടെ 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് റിവ്യൂ ഓഫ് C++ഉം അതുപോലെ തന്നെ അറേസും. ഈ 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്. ഉറപ്പായിട്ടും എന്താ പറയുക, നമ്മളോട് ആ ഒരു സെക്ഷനിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോണത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഉറപ്പായിട്ട് എക്സാമിന് നോക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ റിവ്യൂ ഓഫ് C++ അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മിസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു തരും. ഇനി ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ ഏറ്റവും എന്താ പറയുക, നമുക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോന്നും എവിടെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻസ് ഏതൊക്കെയാണ് എല്ലാം ക്ലിയർ ആക്കി തരാൻ മിസ് ഇന്ന് രാത്രി 7 മണിക്ക് നമ്മുടെ ലൈവിൽ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ലൈവ് കറക്റ്റായിട്ട് കാണുക. എന്നാൽ മാത്രമേ നാളെയും ഇതേപോലെ 7 PM നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഷുവർ ക്വസ്റ്റ്യൻസ് നാളെ സൺഡേ ആണ്. അപ്പോൾ നാളെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ടോക്കൺസ്. ഓക്കെ, യെസ്, ടോക്കൺസ്. അപ്പോൾ എന്താണ് ടോക്കൺ എന്നുള്ള പോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടോക്കൺസ് ആണുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ആണ് അല്ലേ? അത് നമുക്ക് ടോക്കൺ എന്താന്ന് പറയാം. അപ്പോൾ 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട് അല്ലേ? അതിന് നമ്മളൊരു കോഡും പഠിച്ചിട്ടുണ്ട്, പൊളിക്കർ അല്ലേ മക്കളെ? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് അല്ലേ? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, അതേപോലെ തന്നെ ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എന്ത് ടൈപ്പ് ടോക്കൺ ആണ് എന്നുള്ളത്. ഓക്കെ മക്കളെ, അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ ഈ ഐഡന്റിഫയേഴ്സിന് പേരിടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഐഡന്റിഫയേഴ്സിന് പേരിട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആ കുറച്ച് റൂൾസ്. അപ്പോൾ ഇങ്ങനെ റൂളായിട്ട് ചിലപ്പോൾ ചോദിച്ചൊന്നും വരില്ല, പക്ഷേ കുറച്ച് ഐഡന്റിഫയേഴ്സിൻ്റെ പേര് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് വാലിഡ്, ഏതൊക്കെയാണ് ഇൻവാലിഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ റൂൾസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ്, രണ്ടാമത്തെ ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്പ്. ഈ ഡാറ്റ ടൈപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഡാറ്റ ടൈപ്പ് നമുക്ക് 3 ടൈപ്പാണുള്ളത്, ഫണ്ടമെൻ്റലും, യൂസർ ഡിഫൈൻഡും, ഡിറൈവ്ഡും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫണ്ടമെൻ്റൽ തന്നെയാണ്. ഫണ്ടമെൻ്റൽ നമ്മൾ വീണ്ടും 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഇൻ്റഗ്രൽ, വോയിഡ്, ഫ്ലോട്ടിങ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഏതൊക്കെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാം ഏതൊക്കെയാണ്. സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഈ 4 ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്പ് കൺവേർഷൻ. ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് നമുക്ക് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 ടൈപ്പിൻ്റെ എസ്സേയിൽ 3 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് കൺവേർഷൻ. 2 ടൈപ്പാണ് മക്കളെ ഉള്ളത്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. ഇംപ്ലിസിറ്റ് നമ്മൾ ചെയ്യുന്നതാണോ? അല്ല, കമ്പൈലർ ചെയ്യുന്നതാണ്. ലോവർ സൈസുള്ളതിനെ ഹയർ സൈസ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് ടൈപ്പ് പ്രൊമോഷൻ. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് നമ്മുടെ ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ടൈപ്പ് കൺവേർഷൻ. പിന്നെ ഇതിലെ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് നമ്മുടെ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ +1 പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും +1 ഉള്ളതല്ലേ, അപ്പോൾ അത്ര ക്വസ്റ്റ്യൻസ് വരില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്കുള്ള 4 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ സിൻടാക്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇഫിൻ്റെ സിൻടാക്സ്, സ്വിച്ചിൻ്റെ സിൻടാക്സ്, വൈല്, ഫോർ, ഡു വൈല്, ഇതിൻ്റെ ഒക്കെ സിൻടാക്സ്. അതേപോലെ തന്നെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇത് ഡിസിഷന്, ഇത് ഐട്രേഷൻ ആണ്. ഇനി ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ജമ്പ് ഉണ്ട്. അപ്പോൾ ജമ്പിൽ ഇതേപോലെ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഈ ആൾക്കാരെയൊക്കെ സിൻടാക്സ് പഠിക്കണം. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ.
ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മുടെ ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും ആയിട്ട് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അറേസ് നോക്കണം. അപ്പോൾ അറേസിലും ഇതേപോലെ, അറേസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ആദ്യം തന്നെ നമ്മൾ അറേ എന്താണെന്ന് എന്തായാലും പഠിച്ചിരിക്കണം. അറേന്റെ ഡെഫിനിഷൻ, അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടീഷ്യസ് മെമ്മറി ലൊക്കേഷൻ. സെയിം ടൈപ്പ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അറേ എന്താന്ന് പഠിക്കുക. അതേപോലെ തന്നെ അറേനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അറേനെ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക മക്കളെ? ഡാറ്റ ടൈപ്പ് കൊടുക്കുക അല്ലേ? ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് കൊടുക്കുക, അറേന്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സൈസ് കൊടുത്ത് സെമി കോളൻ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അറേസിനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ എന്താണ് അറേ, അറേനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, പിന്നെ നമുക്ക് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, സ്ട്രിങ്സിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇൻപുട്ട് ചെയ്യാൻ ഗെറ്റ്സും ഔട്ട്പുട്ട് കിട്ടാൻ പുട്സും. ഈ രണ്ടാൾക്കാരെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അറേസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇത്ര മാത്രമല്ല, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, അത് ശരിയാണ്. കുറച്ച് പ്രോഗ്രാംസ് ആണ് നമുക്കിതിൽ പിന്നെ പഠിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഇത് മാത്രം പോരാ, ഇനിയും നമുക്കുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് 7 PM ഇന്നത്തെ ലൈവിന് വരണം. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. എന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത ദിവസത്തെ, നാളെയും 7 PM, നാളെ സൺഡേ ആണ്, 7 PM നമ്മുടെ ലൈവ് ഇതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസ്, എന്തായാലും എക്സാമിന് വരാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മളിപ്പോൾ പറഞ്ഞു, ഈ 2 ചാപ്റ്റേഴ്സിലായിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നിപ്പോൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ലൈവിന് കാണാം.